Hello, students. Welcome to chapter 5. The name of the chapter is Note Making. In this chapter, we will understand what is note making, what are the types of notes, what are the advantages regarding note making, and strategies of note making. We will understand at first what is note making, and then we will have look at what are the advantages regards for note making. Then types of note making. There are two types of note making: linear note making and non-linear note making. So, what is note making? Note making is the practice of recording information from another source. The source can be a book or an event or a meeting, oral discussion. So, whatever we heard or whatever we read, we record the main points of that. We record the essence of the text, or we record the main points. What are the main themes, main content in that passage or in that discussion. So note making is useful when it is a bulky documents, or when we listen a lecture, or attending a day-long conference. This note making is very helpful. ദീർഘമേറിയ ചില ക്ലാസ്സുകൾ, അതുപോലെ വലിയ രീതിയിലുള്ള ചില ഡിസ്കഷൻസ്, കോൺഫറൻസ്, ഇതിൽ നിന്നെല്ലാം നമുക്ക് we have no time to read the entire topic, to remember things. കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ഇത് മുഴുവനും നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മൾ ഇതെല്ലാം വായിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഡ്യൂറിങ് അവർ എക്സാം ടൈം we have no time to read all the topics in a text. So if we have a note with us, it will more helpful for us to remember തിങ്സ്. നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫോർ ഫ്യൂച്ചർ യൂസ് നമുക്ക് ഈ നോട്ട്സ് യൂസ് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്, ഒരു ടെക്സ്റ്റിലെ ഒരു പാസേജിലെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഈ മെയിൻ പോയിന്റ്സ് ലീനിയർ രീതിയിലും നമുക്ക് എഴുതാം, നോൺ ലീനിയർ രീതിയിലും നമുക്ക് എഴുതാൻ പറ്റും. സോ നോട്ട് മേക്കിംഗ് ഈസ് യൂസ്ഫുൾ ആസ് ഗോയിങ് ത്രൂ എ ബൾക്കി ഡോക്യുമെന്റ്സ്, or when we listen a long lecture, or when we attending a day-long conference, we use note-making pattern. Then what are the advantages of note-making? There are some advantages. It is helpful for us to remember things for future study. So there should be some advantages for note-making. What are the advantages? Major advantages. First one, notes are important records for future use, for future study. Note making helps in keeping the information handy whenever we require. നമുക്ക് ഒരു ചെറിയ ഹാൻഡ് ബുക്ക് ഉണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ നോട്ട് ഉണ്ട് എങ്കിൽ, അത് നമുക്ക് പിന്നീട് റിമെമ്പർ ചെയ്യാൻ, പിന്നീട് ഓർക്കാൻ അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. വലിയ എസ്സേ അതുപോലെ വലിയ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം തന്നെ ചെറിയ നോട്ട് രീതിയിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ it become more easy for study. Second one, it helps in concentrating, understanding and provides a permanent record. അത് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ മെയിൻ തീംസും മെയിൻ കണ്ടന്റ്സും അടങ്ങിയ ഒരു പെർമനന്റ് റെക്കോർഡായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. നോട്ട് മേക്കിംഗ് ഫോർമാറ്റ് ഹെൽപ്സ് എ റൈറ്റർ ടു ഗോ ത്രൂ ബൾക്കി ഡോക്യുമെന്റ്സ് ക്വിക്കർ. വളരെ പെട്ടെന്ന് ഒരു ലോങ് എസ്സേ, ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ കേട്ടാൽ നമ്മൾ ഇഫ് വി പ്രിപ്പയർ എ നോട്ട് ഓൺ ദാറ്റ് ഡിസ്കഷൻ, പെട്ടെന്ന് തന്നെ അതിൽ എന്താണെന്ന് കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. ദെൻ ഒരു വലിയ പാസേജിൽ നിന്ന് നോട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ അവിടെ നടക്കുന്ന ഒരു പ്രോസസ് എന്താ? ഇറ്റ് ഡിസ്റ്റിംഗ്വിഷ് മെയിൻ പോയിന്റ്സ് ഫ്രം ദ ടോട്ടൽ. ആ ഒരു വലിയ പാസേജ്, ആ വലിയ എസ്സേ, ആ ഒരു വലിയൊരു ഇവന്റ് അല്ലെങ്കിൽ ലോങ് ഡിസ്കഷൻ, അതിൽ നിന്ന് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്, മെയിൻ ആയിട്ടുള്ള ഹെഡിങ്, സബ് ഹെഡിങ്, സബ് പോയിന്റ്സ്, മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. Essence of the passage,
Essence means main points, main theme of the passage. അത് നമ്മളെ ആ വലിയൊരു പാരഗ്രാഫിൽ നിന്ന്, ആ വലിയൊരു പാസേജിൽ നിന്ന് നാം തിരിച്ച് മെയിൻ പോയിന്റ്സിലേക്ക് മാത്രം എത്തുക ചെയ്യുന്നത്. So it helps to organize and rearrange the main points. In note making, we record the important points and it is useful to remember the main പോയിന്റ്സ്. അപ്പോ ഇന്റൻഡഡ് മീനിങ് എന്താണോ അതിനകത്ത് കൺവേ ചെയ്യുന്ന കോർ മീനിങ് അതൊട്ടും പോകാതെ തന്നെ നമുക്ക് നോട്ടിലൂടെ കിട്ടുക ചെയ്യുന്നത്. മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ് റിഗാർഡ്സ് ടു ദാറ്റ് പാസേജ്, വാട്ട് ആർ ദ മെയിൻ എലമെന്റ്സ്, മെയിൻ തീംസ് ഓഫ് ദാറ്റ് പാസേജ് നമുക്ക് കണ്ടുപിടിക്കാൻ ഈ ഒരു നോട്ടിലൂടെ സാധിക്കും. ദെൻ ആഫ്റ്റർ അഡ്വാൻറ്റേജസ്, എന്തൊക്കെയാണ് ഇതിന്റെ ഒരു സ്ട്രാറ്റജീസ്, നല്ല ഒരു നോട്ട് മേക്കിങ്ങിന്റെ സ്ട്രാറ്റജീസ് ഫോർ എഫക്റ്റീവ് നോട്ട് മേക്കിംഗ്, എന്തൊക്കെയാണ് ഒരു നോട്ട് മേക്കിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമുക്ക് എക്സാമിനാണെങ്കിൽ ഒരു പാസേജ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ആ പാസേജ് നന്നായി നാം വായിക്കണം. കാരണം അതിന്റെ ഐഡിയ എന്താണെന്ന് അറിയാൻ, അല്ലെങ്കിൽ അതിന്റെ മെയിൻ തീം, കണ്ടന്റ്, അതിന്റെ ടൈറ്റിൽ എന്താണ്, അതിന്റെ ഹെഡിങ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. സോ മെയിൻ തീം എന്താണെന്ന് നാം ആദ്യമേ തന്നെ കണ്ടുപിടിക്കാൻ റീഡ് ദ ടെക്സ്റ്റ് ഓർ റീഡ് ദ പാസേജ് വെൽ ടു ഐഡന്റിഫൈ ദ മെയിൻ ഐഡിയാസ്. മെയിൻ ഐഡിയാസ് കിട്ടാൻ നന്നായി വായിക്കുക. After reading, we have to find out a heading or a title, a short title. അതൊരിക്കലും ലോങ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കരുത്. വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ഹെഡിങ്, ഒരു ടൈറ്റിൽ നാം കണ്ടുപിടിക്കണം. ശേഷം ആ ഒരു മെയിൻ തീമിനെ ബേസ് ചെയ്ത് വരുന്ന അസോസിയേറ്റഡ് ഐഡിയാസ് കണ്ടുപിടിക്കണം. സോ അറ്റ് ഫസ്റ്റ് റീഡ് ദ പാസേജ് വെൽ ടു ഐഡന്റിഫൈ ദ മെയിൻ ഐഡിയാസ്. Then frame a heading, short heading. Third one, frame subordinate or associate ideas depends upon these main ideas. Fourth one, frame subheadings based on main ideas. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അൺനെസസറി ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ചില എക്സാമ്പിൾസ്, അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ടുള്ള സെന്റൻസസ്, ഫ്രേസസ്, ഇങ്ങനെയുള്ള അൺനെസസറി ഡീറ്റെയിൽസ് ലീവ് ഔട്ട് ചെയ്യണം. ലീവ് ഔട്ട് എക്സാമ്പിൾസ് ആൻഡ് അൺനെസസറി ഡീറ്റെയിൽസ്. ഒരു ലോജിക്കൽ ഓർഡർ, ഒരു ലോജിക്കൽ സീക്വൻസിൽ വേണം പോയിന്റ്സ് എഴുതാനായിട്ട്. ഇറ്റ് ഷുഡ് നോട്ട് ബി ഇൻ എ ജംബിൾഡ് ഓർഡർ. റൈറ്റ് പോയിന്റ്സ് ഇൻ ലോജിക്കൽ സീക്വൻസ്, ലോജിക്കൽ ഓർഡർ. പോയിന്റ്സ് എപ്പോഴും ഫുൾ സെന്റൻസ്, ലെങ്തി സെന്റൻസ് ആയിട്ട് എഴുതില്ല. അത് ഫ്രേസ് ആയിരിക്കും. ഫ്രേസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വി കോൾ ഫ്രേസ് എന്ന് വിളിക്കുക. സോ അത് ചില ഫ്രേസ് ആയിട്ടായിരിക്കും നമ്മൾ എഴുതുക. സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആയിട്ടാണ് നമ്മൾ ഓരോ സബ് പോയിന്റ്സും എഴുതുക. നെക്സ്റ്റ് വൺ, നാം ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും നോട്ട് നമ്മൾ എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഈ പാസേജിനെ സിമ്പിൾ നോട്ടിലേക്ക്, ഈസിയർ നോട്ടിലേക്ക് നമ്മൾ ക്വിക്കലി മാറ്റുമ്പോൾ ഒരിക്കലും അതിന്റെ കോർ മീനിങ്, ഇന്റൻഡഡ് മീനിങ്, ഓഥർ എന്താണോ ഇന്റൻഡ് ചെയ്ത മീനിങ് അത് മാറാൻ പാടില്ല. സോ വെരി ഇമ്പോർട്ടൻറ്റ് ഇസ് ഡു നോട്ട് ചേഞ്ച് ദ ഓഥേഴ്സ് ഇന്റൻഡഡ് മീനിങ്. ആ പാസേജിലൂടെ, ആ ഡിസ്കഷനിലൂടെ ആ പേഴ്സൺ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട്. ദർ ഷുഡ് ബി ആൻ ഇന്റൻഡഡ് മീനിങ് ബിഹൈൻഡ് ദ പാസേജ്. അതിന്റെ മീനിങ്ങിൽ ഒരു മാറ്റവും നാം നോട്ട് മേക്കിങ്ങിലൂടെ വരുത്താൻ പാടില്ല. നെക്സ്റ്റ് വൺ, അബ്രീവിയേറ്റ് ലെങ്തി വേർഡ്സ്. നമ്മുടെ പാസേജിൽ ലെങ്തി ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടാകും. ഒരു ഡിസ്കഷൻ എടുത്ത് നോക്കിയാലും ഒരു ലെങ്തി ആയിട്ടുള്ള ചില ടേംസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഷോർട്ട് ഫോം ആക്കേണ്ടതായിട്ടുള്ളത് ഉണ്ടാവും. ആക്രോണിംസ്, ഇപ്പോൾ ഇനീഷ്യൽ ലെറ്റേഴ്സ് ഓഫ് വേർഡ്സ് ആണ് ആക്രോണിംസ് എന്ന് പറഞ്ഞാൽ. അബ്രീവിയേറ്റ് ലെങ്തി വേർഡ്സ്, ദീർഘമായിട്ടുള്ള വാക്കുകളെ ചുരുക്കി നമുക്ക് എഴുതാം. ഫോർ എക്സാമ്പിൾ, ഇൻഫോർമേഷൻ എന്നുള്ള വേർഡിന് നമ്മൾ INFO ദെൻ ഫുൾ സ്റ്റോപ്പ് ഇടും. ഇൻഫോ. ഇങ്ങനെ കീവേഡ്സ്, അബ്രീവിയേറ്റഡ് വേർഡ്സ് അല്ലെങ്കിൽ ആക്രോണിംസ് ഫോർ MLA, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് നാം MLA എന്ന് യൂസ് ചെയ്യും. അല്ലെങ്കിൽ നാം സിംബൽസ് ഉപയോഗിക്കും. ഈക്വൽസ് എന്നുള്ളതിന് ഈക്വൽസിന്റെ ചിഹ്നം, പെർസെൻറ്റേജ് എന്നുള്ളതിന്റെ ചിഹ്നം, ആൻഡ് എന്നുള്ളതിന്റെ ചിഹ്നം, അതുപോലെ തന്നെ ഇൻക്രീസ്, ഡിക്രീസ്. ഇൻക്രീസ് ആണെങ്കിൽ ആരോ മാർക്ക് മുകളിലേക്ക്, ആരോ മാർക്ക് താഴേക്ക്, ഡിക്രീസ്. ഇങ്ങനെയുള്ള അബ്രീവിയേഷൻസും ആക്രോണിംസും സിംബൽസ് എല്ലാം തന്നെ നമ്മൾ നോട്ട് മേക്കിങ്ങിൽ യൂസ് ചെയ്യും. സോ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഇന്റൻഡഡ് മീനിങ്ങിൽ ഒരു മാറ്റം വരുത്താനായിട്ട് പാടില്ല. അതിനൊരു ഷോർട്ട് ആയിട്ടുള്ള ഹെഡിങ് ഉണ്ടായിരിക്കണം.
അതുപോലെ സബോർഡിനേറ്റ് ആയിട്ടുള്ള അസോസിയേറ്റഡ് ഐഡിയാസ് അതിന് താഴെ ഉണ്ടായിരിക്കണം. നമ്മൾ യൂഷ്വലി റോമൻ ലെറ്റേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുക. റോമൻ ലെറ്റേഴ്സ് ആണ് സബ് പോയിന്റ്സ് എഴുതുമ്പോൾ യൂസ് ചെയ്യുക. അത് ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ടു യൂസ് റോമൻ ലെറ്റേഴ്സ്. എനി ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 1, 2, 3 എന്നുള്ളതിന് ഇപ്പോൾ 1 ഇട്ടിട്ട് ABCD സബ് പോയിന്റ്സ് എഴുതാനും നമുക്ക് സാധിക്കും. ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഷോർട്ട് ഹെഡിങ് ആയിരിക്കണം. റീഡ് ദ പാസേജ് വെൽ ടു ഐഡന്റിഫൈ ദ മെയിൻ ഐഡിയാസ്. Then frame associated ideas. Then leave out very unnecessary details. Abbreviate lengthy words. Then styles of note making. Styles of note making means every person has their own style of learning. Some person remember things by reading, or some person remember things by writing. Each person has their own ways of learning, or ways of learning to remember facts. So സ്റ്റൈൽ എന്തെല്ലാം രീതിയിലൊക്കെ നമുക്ക് നോട്ട് മേക്കിംഗ് തയ്യാറാക്കാം, എന്തെല്ലാം രീതിയിലാണ് ഇത് തയ്യാറാക്കാൻ പറ്റുക ഫ്യൂച്ചർ സ്റ്റഡിക്ക് വേണ്ടി, പിന്നീട് നമുക്ക് യൂസ്ഫുൾ ആകത്തക്ക രീതിയിൽ എത്ര തരത്തിൽ നോട്ട് നിർമ്മിക്കാം. ഇൻ നോട്ട് മേക്കിംഗ് വി റെക്കോർഡ് ദ മെയിൻ പോയിന്റ്സ് ഫോർ ഫ്യൂച്ചർ സ്റ്റഡി. There are various ways in which we can present notes. So there are mainly two styles of note making. They are linear note making and non-linear note making. How to organize the main points? Linear notiludeയും non-linear note makingludeയും നാം നോക്കുന്നത് how to organize the main contents of the passage. പാസേജിലെ മെയിൻ കണ്ടന്റ് എങ്ങനെ നമുക്ക് ഓർഗനൈസ് ചെയ്യാം? ഹെഡിങ്ങിലൂടെ, സബ് ഹെഡിങ്ങിലൂടെ, സബ് പോയിന്റ്സിലൂടെ, സബ് പോയിന്റ്സിലൂടെ, അബ്രീവിയേഷൻസിലൂടെയും ആക്രോണിംസിലൂടെയും സിംബൽസിലൂടെയും ലെങ്തി വേർഡ്സിനെ ഷോർട്ട് ചെയ്ത് എങ്ങനെ ഒരു നോട്ട് മേക്കിംഗ് എന്നുള്ളതാണ് സ്റ്റൈൽസ് ഓഫ് നോട്ട് മേക്കിംഗിൽ വരിക. സോ ദർ ആർ two styles of note making, linear note and non-linear note. So ലീനിയർ നോട്ട് മേക്കിംഗ് നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ടെക്നിക് ആണ് നോട്ട് മേക്കിങ്ങിൽ. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആയിട്ട് കൂടുതൽ പേരും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്, ഒരു ടെക്നിക്കാണ് ലീനിയർ നോട്ട് മേക്കിംഗ്. ഇവിടെ നോട്ട്സ് ആർ റിട്ടൺ ഡൗൺ വൺ ലൈൻ ആഫ്റ്റർ ദ അതർ, ഒരു സ്ട്രക്ചേർഡ് മാനറിൽ, ഒരു മെത്തേഡിക്കൽ ഓർഗനൈസ്ഡ് വേയില് ഒരു ലൈന് ശേഷം നമ്മൾ ഒന്നല്ലെങ്കിൽ റോമൻ ലെറ്റേഴ്സ് യൂസ് ചെയ്യലും അല്ലെങ്കിൽ ABCD എന്നിട്ടിട്ട് ഓരോ ലൈന് ശേഷം ഓരോ പോയിന്റ് വൺ ലൈൻ ആഫ്റ്റർ ദ അതർ. സച്ച് നോട്ട്സ് ഇൻക്ലൂഡ്സ് അതിൽ എന്തെല്ലാം വരും? ഹെഡിങ്സ് വരും, സബ് ഹെഡിങ്സ്, സബ് പോയിന്റ്സ് ഓഫ് മെയിൻ പോയിന്റ്സ് എല്ലാം തന്നെ, മെയിൻ പോയിന്റ്സിന്റെ കീഴിൽ വരുന്ന അസോസിയേറ്റഡ് പോയിന്റ്സ് എല്ലാം തന്നെ അതിലകത്ത് വരും. Then it includes keywords, underlining, acronyms, symbols, abbreviations. For example, for information, we abbreviate information info. For government, we use GOVT, government. For the word problem, we abbreviate PRBLM, problem. So ഈ ഒരു രീതിയിൽ ഹെഡിങ് ഉണ്ടാകണം, മെയിൻ ഹെഡിങ് ഉണ്ടാകും. അത് വളരെ ഷോർട്ടായിട്ടുള്ള മെയിൻ ഹെഡിങ് ആയിരിക്കും. അതിന് താഴെ വരുന്ന സബ് ഹെഡിങ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ സബ് പോയിന്റ്സ് ബേസ്ഡ് ഓൺ ദ മെയിൻ ഐഡിയ, ദെൻ സബ് പോയിന്റ്സ് ബേസ്ഡ് ഓൺ ദിസ് മെയിൻ പോയിന്റ്സ്. സോ നോട്ട് മേക്കിങ്ങിലൂടെ വി ഡിസ്റ്റിംഗ്വിഷ് മെയിൻ പോയിന്റ്സ് ഫ്രം ദ ടോട്ടൽ. പൊതുവെയുള്ള ഒരു വലിയ പാസേജിൽ നിന്ന് നാം അത് കുറച്ച് അല്ലെങ്കിൽ അതിന് ഏറ്റവും സിമ്പിൾ വേയില് ഫോർ ഫ്യൂച്ചർ സ്റ്റഡിക്ക് വേണ്ടി, ഫോർ ഫ്യൂച്ചർ യൂസിന് വേണ്ടി റിമെമ്പർ ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിലുള്ള രീതിയിൽ നമ്മൾ വൺ ലൈൻ ആഫ്റ്റർ ദ അതർ രീതിയിൽ സ്ട്രക്ചേർഡ് മാനറിൽ നമ്മൾ തയ്യാറാക്കുക ചെയ്യുന്നത്. Acronyms, for example, example, Chief Technology Officer എന്ന ലോങ് ടേമിന്റെ ഇനീഷ്യൽ ലെറ്റേഴ്സ് എടുത്തിരിക്കുകയാണ് acronyms-ൽ CTO. മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി MLA. നമുക്ക് നോട്ട് മേക്കിംഗിൽ MLA എന്നുള്ള ഷോർട്ട് ഫോം യൂസ് ചെയ്യാം. Then Chief Accounting Officer CAO. Symbols are leads to, increase, decrease, at, money, percent, mail,
ഫീമെയിൽ. ഇത്തരത്തിലെല്ലാം തന്നെ നമുക്ക് സിമ്പിൾസ് യൂസ് ചെയ്യാൻ പറ്റും. റൈറ്റ് ആരോ ലീഡ്സ് ടു എന്നാണ് അതിന്റെ മീനിങ്. അതുപോലെ തന്നെ ആരോ മാർക്ക് അപ്പറിലോട്ടുള്ള ആരോ മാർക്ക് ഇൻക്രീസ്, ലോവറിലോട്ടുള്ളത് ഡിക്രീസ്, അറ്റ് റുപ്പി മണി എന്നുള്ളതിന് ഉള്ള സിമ്പിൾ, ദെൻ പെർസെൻറ്റേജിന്റെ സിമ്പിൾ, മെയിൽസ്, ഫീമെയിൽസ്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ലീനിയർ നോട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ലീനിയർ നോട്ടിന്റെ ഒരു എക്സാമ്പിൾ നോക്കുക. ഇതാണ് മെയിൻ ഹെഡിങ് ആയിട്ട് വരിക, ഇംപ്രൂവ് യുവർ റൈറ്റിംഗ് സ്കിൽസ്. അപ്പോൾ നമുക്ക് പാസേജ് റൈറ്റിംഗ് സ്കിൽസിനെ കുറിച്ചുള്ളതാണെന്ന് മനസ്സിലായി. സോ എങ്ങനെ റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് ഹെഡിങ്. സോ ഇംപ്രൂവ് യുവർ റൈറ്റിംഗ് സ്കിൽസ്. എക്സാമ്പിൾ നന്നായി വായിക്കുക. ഇവിടെ റോമൻ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അബ്രീവിയേഷൻ, കൺസോളിഡേറ്റ് എന്നുള്ളതിന്റെ അബ്രീവിയേഷൻ ആണ്. അബ്രീവിയേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. കൺസോളിഡേറ്റ് യുവർ തോട്ട്സ്. അതുപോലെ സബ്ജക്റ്റ് എന്നുള്ളതിന്റെ അബ്രീവിയേഷൻ ആണ്. പാരഗ്രാഫ് എന്നുള്ളതിന്റെ അബ്രീവിയേഷൻ, അഡീഷൻ എന്നുള്ളതിന്റെ അബ്രീവിയേഷൻ. PT ഫുൾ സ്റ്റോപ്പ് മീൻസ് പോയിന്റ് എന്നുള്ളതാണ്, പോയിന്റ്. വാല്യൂ എന്നുള്ളതിന് VAL. ഇവിടെ റോമൻ ലെറ്റർ, ഫസ്റ്റ് റോമൻ ലെറ്റർ കൊടുത്തിട്ട് ABC എന്ന് എഴുതിയിരിക്കുന്നതെല്ലാം തന്നെ സബ് പോയിന്റ്സ് ആണ്, സബ് പോയിന്റ്സ്. ഇവിടെ സെക്കൻഡിൽ വരുന്നത് സ്റ്റിക്ക് ടു ദ സബ്ജക്റ്റ് എന്നുള്ളത് സബ് ഹെഡിങ് ആണ്. സബ് ഹെഡിങ്ങിന് താഴെ വരുന്നതെല്ലാം തന്നെ സബ് പോയിന്റ്സ് ആണ്. ലാസ്റ്റ് നമ്മൾ പോയിന്റ്സ് എല്ലാം എഴുതി കഴിഞ്ഞാൽ വാട്ട് ആർ ഓൾ ദ വേർഡ്സ് വി അബ്രീവിയേറ്റ്, എന്തെല്ലാം നമ്മൾ അബ്രീവിയേറ്റ് ചെയ്തോ, എന്തെല്ലാം ആക്രോണിം യൂസ് ചെയ്തോ, എന്തെല്ലാം സിമ്പിൾസ് യൂസ് ചെയ്തോ, അതെല്ലാം കീ എന്ന വിഭാഗത്തിൽ എഴുതണം. കൺസോളിഡേറ്റ്, പാരാസ് പാരഗ്രാഫ്സ്, RT ഫുൾ സ്റ്റോപ്പ് റൈറ്റ്, PT ഫുൾ സ്റ്റോപ്പ് പോയിന്റ്, സബ്ജക്റ്റ്, വാല്യൂ. ഇത്തരത്തില് കീ നമ്മൾ ആഫ്റ്റർ മെയിൻ പോയിന്റ്സ്, ആഫ്റ്റർ സബ് പോയിന്റ്സ്, മെയിൻ പോയിന്റ്സിന് ശേഷം സബ് പോയിന്റ്സിന് ശേഷം എന്തെല്ലാം അബ്രിവേറ്റഡ് ഫോംസ് നമ്മൾ യൂസ് ചെയ്തോ, കുറെ ലെങ്തി വേർഡ്സിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ടുണ്ട്, അതെല്ലാം തന്നെ താഴെ നമ്മൾ കൊടുക്കണം. ഇതാണ് ഒരു ലീനിയർ നോട്ടിന്റെ മെത്തേഡ്, പാറ്റേൺ. മെയിൻ ആയിട്ടുള്ള ഹെഡിങ് ഉണ്ടാകണം, സബ് ഹെഡിങ്സ് ഉണ്ടാകും, സബ് പോയിന്റ്സ് ഉണ്ടാകും, ദെൻ ലാസ്റ്റ് എന്തെല്ലാമാണോ നമ്മൾ കീവേഡ്സ് യൂസ് ചെയ്തത് അതെല്ലാം കൊടുക്കണം. സോ ഇതാണ് ലീനിയർ നോട്ട് മേക്കിംഗ്. 1 ലൈൻ ആഫ്റ്റർ 1, ആ ഒരു രീതിയിലായിരിക്കും ഇത് തന്നിട്ടുണ്ടാവുക. സോ പാസേജ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. പാസേജ് നന്നായി വായിച്ച് അതിന്റെ മെയിൻ ഐഡിയ മനസ്സിലാക്കത്തക്ക വിധം വായിച്ച് അതിന്റെ ഹെഡിങ് കണ്ടുപിടിച്ച് സബ് ഹെഡിങ്ങിലൂടെ എത്തി മെയിൻ അസോസിയേറ്റഡ് പോയിന്റ്സ്, ഈ മെയിൻ ഐഡിയാസിന് റിലേറ്റഡ് ആയിട്ടുള്ള അസോസിയേറ്റഡ് പോയിന്റ്സ് കണ്ടെത്തണം. ലെങ്തി വേർഡ്സ് എല്ലാം തന്നെ ഷോർട്ടൻ ചെയ്ത് എഴുതണം. അക്രണിംസ് എഴുതണം. സിമ്പിൾസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യണം. അതിനുശേഷം അത് കീ എന്ന വിഭാഗത്തിൽ എഴുതുകയും വേണം. നെക്സ്റ്റ് വൺ, നോൺ ലീനിയർ നോട്ട് മേക്കിംഗ്. ഇപ്പോൾ ലീനിയർ നോട്ട് മേക്കിംഗ് മാത്രമല്ല ഉള്ളത്, നോട്ട് മേക്കിംഗിൽ തന്നെ സെക്കൻഡ് വൺ നോൺ ലീനിയർ നോട്ട് മേക്കിംഗ് ആണ്. സോ നോൺ ലീനിയർ നോട്ട്സ് ഹാവ് സം ഡിസ്റ്റിങ്റ്റീവ് പാറ്റേൺസ്. അതെല്ലാം തന്നെ ഒരു ഡയഗ്രമാറ്റിക്കൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ്. നോൺ ലീനിയർ നോട്ട് മേക്കിംഗിൽ ഡയഗ്രാംസ് ആണ് വരിക. ഡയഗ്രമാറ്റിൽ ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ആ ഇമേജിലൂടെയാണ് നാം നോട്ട് കളക്ട് ചെയ്യുന്നത്. ആ ഇമേജിലൂടെയാണ് നാം ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം തന്നെ ഓർത്തിരിക്കുക. അതും ഫ്രേസസ് ആയിരിക്കും. ലോങ് സെന്റൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഫ്രേസസും അതുപോലെ തന്നെ ചില ടേംസ്, ചില പിക്ചേഴ്സ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക, ഇമേജസ് ഒക്കെ. സോ ദേ പ്രസന്റ് and connect ideas in diagrammatical way. Diagrammatical representation ആണ്. നോൺ ലീനിയർ നോട്ട് മേക്കിംഗ് ഇൻക്ലൂഡ്സ് മൈൻഡ് മാപ്സ് ഉണ്ട്, ടേബിൾസ്, ഫ്ലോ ചാർട്ട്സ് ആൻഡ് ട്രീ ഡയഗ്രാംസ്. ഇതെല്ലാമാണ് അതിനകത്ത് കൂടുതൽ ആ ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ ഒരു ഇമേജിലൂടെയാണ്, ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനിലൂടെയാണ് നാം കാണുക. സോ ഫസ്റ്റ് വൺ മൈൻഡ് മാപ്പിംഗ് ആണ്. മൈൻഡ് മാപ്പിംഗ് ഈസ് എ ഡയഗ്രാം യൂസ്ഡ് ടു വിഷ്വലി ഓർഗനൈസ് ഇൻഫോർമേഷൻ. ഈ മൈൻഡ് മാപ്പിംഗ് കാണുമ്പോൾ തന്നെ, മൈൻഡ് മാപ്പിങ്ങിലൂടെയുള്ള നോട്ട് മേക്കിംഗ് കാണുമ്പോൾ തന്നെ ഒരു ഇമേജ്, ഒരു ഹെഡിങ്, അതിനോട് ചേർന്നുള്ള അസോസിയേറ്റഡ് ഐഡിയാസ്, വാട്ട് എവർ വി റീഡ് വി ക്രിയേറ്റ് ആൻ ഇമേജ് അപ്പോൺ ഇറ്റ്. എന്തെല്ലാം വായിക്കുന്നു, എന്തെല്ലാം നമ്മൾ കേട്ടോ, എന്തെല്ലാം നമ്മൾ വായിച്ചോ, അതിന്റെ എല്ലാം ഒരു ഇമേജ് ആണ് നാം ക്രിയേറ്റ് ചെയ്യുക.
സോ സ്മോൾ ഫ്രേസസ് എല്ലാം യൂസ് ചെയ്യും. നമ്മൾ ലോങ് ആയിട്ടുള്ള സെന്റൻസസ് ഒന്നും ഉപയോഗിക്കില്ല മൈൻഡ് മാപ്പിംഗിൽ. സ്മോൾ ഫ്രേസസ് റാദർ ദാൻ ബിഗ് സെന്റൻസസ്. സോ നോക്കാം ഡയഗ്രാം. ഈ ഡയഗ്രാം മൈൻഡ് മാപ്പിംഗിന് എക്സാമ്പിൾ ആണ്. ഹെൽത്ത് എന്നുള്ളതാണ് ഇതിനകത്തെ മെയിൻ ആയിട്ടുള്ള ഹെഡിങ്. ശേഷം സബ് ഹെഡിങ്സ് ഉണ്ട്. സ്ലീപ്പ്, ഡയറ്റ്, ഹെൽത്ത്, എക്സർസൈസ്, സ്ട്രെസ്. അതിന് കീഴിൽ വരുന്ന സബ് പോയിന്റ്സും തന്നിട്ടുണ്ട്. ഇതാണ് മൈൻഡ് മാപ്പിംഗ് രീതി. എ ബിഗ് ഐഡിയ ഇൻ ദ മിഡിൽ, അസോസിയേറ്റഡ് ഐഡിയാസ് എല്ലാം തന്നെ അറൌണ്ട് ദ ബിഗ് ഐഡിയ. ഈ പാറ്റേണിലാണ് ഇത് നമ്മൾ എഴുതുക. ഒരു ബിഗ് ഐഡിയ, ഒരു മെയിൻ ഹെഡിങ് ഇൻ ദ മിഡിൽ പൊസിഷനിൽ ഉണ്ടാകും. അസോസിയേറ്റഡ് ഐഡിയാസ് എല്ലാം തന്നെ ഇതിന് അറൌണ്ട് ദ ബിഗ് ഐഡിയ, അറൌണ്ട് ദ മെയിൻ ഹെഡിങ്ങിന് ചുറ്റും നമുക്ക് അസോസിയേറ്റഡ് ഐഡിയാസ് കാണാൻ സാധിക്കും. ഇതാണ് മൈൻഡ് മാപ്പിംഗ്. നെക്സ്റ്റ് വൺ ടേബിൾ ആണ്. ടേബിളിൽ ഹിയർ വി സമ്മറൈസ് ഐഡിയ ഇൻ എ ടാബുലാർ മോഡ്. ഒരു ടേബിളിലാക്കി. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ടെൻസ് പഠിക്കുമ്പോൾ നമ്മളിപ്പോ ഇംഗ്ലീഷിന്റെ ടെൻസസ് പഠിക്കുകയാണ്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഇത്തരത്തിൽ നമ്മൾ ടേബിൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, അതുമല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ടെൻസ് ചേഞ്ച് വരുന്നത്, ഇത്തരത്തിലുള്ളതെല്ലാം ഒരു ടേബിൾ ടൈപ്പിൽ, അല്ലെങ്കിൽ നമുക്ക് മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് എന്നുള്ള ക്രമം, എന്തെങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളത്, അതെല്ലാം തന്നെ കമ്പാരിസന് വേണ്ടി എല്ലാം ടാബുലാർ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇംഗ്ലീഷ് ടെൻസ്, ഇവിടെ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും തന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ ടേബിൾ രീതിയിലാണ് എഴുതുന്നതെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു മോർ. ഏറ്റവും കൂടുതൽ അതൊരു സഹായമാവും. കുറച്ചും കൂടിയിട്ട് മെമ്മറൈസ് തിങ്സ്, അല്ലെങ്കിൽ it is the easy way to study. So a table is most commonly used to make comparisons. This form is simple and effective way of presenting differences and similarities. Here we can summarize ideas in a tabular mode. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസിന്റെ ആണ്. ഇത്തരത്തിൽ ടേബിൾ രീതിയിൽ തന്നാൽ കുറച്ചുകൂടി ഇറ്റ് വിൽ ഹെൽപ്പ് യു അണ്ടർസ്റ്റാൻഡ് മോർ ബെറ്റർ. നെക്സ്റ്റ് വൺ ഫ്ലോ ചാർട്ട് ആണ്. ഫ്ലോ ചാർട്ടും ഇതുപോലെ ഡയഗ്രമാറ്റിക്കൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ്. ഇറ്റ് ഈസ് എ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. ഫ്ലോ ചാർട്ടിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള അപ്രോച്ചസ് ആണ് അതിലുണ്ടാവുക. കണക്ട് ദ ബോക്സസ് വിത്ത് ആരോ മാർക്ക് ഇട്ട് ഓരോ ബോക്സും കണക്ട് ചെയ്ത് ഉണ്ടാകും. ഇത്തരത്തിലായിരിക്കും ഫ്ലോ ചാർട്ട് ഉണ്ടാവുക. ഓരോ ബോക്സും അടുത്ത ബോക്സിനോട് കണക്റ്റഡ് ആണ്. So we use arrow marks. Here a flowchart usually has steps down in boxes connected by arrows. It is a diagrammatic representation, a step-by-step approach to solving a task. ഇത്തരത്തിലായിരിക്കും ഫ്ലോ ചാർട്ട് ഉണ്ടാവുക. നെക്സ്റ്റ് വൺ ട്രീ ഡയഗ്രാം. ഒരു ട്രീയോട് റിസംബിൾ ആകുന്ന രീതി, ഒരു ട്രീ പോലെ തോന്നിക്കുന്ന ഒരു രീതി. ഇതും ഒരു ഫാമിലി റിലേഷൻഷിപ്പ് ആയാലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡൈനാസ്റ്റിയെ കാണിക്കാനായിട്ട് നമുക്ക് ട്രീ ഡയഗ്രാം യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് കാണിക്കാനായിട്ടുള്ളത്, റിലേഷൻഷിപ്സിലുള്ളവർ ആരൊക്കെയാണ് അതൊക്കെ കാണിക്കാനായിട്ട് ട്രീ ഡയഗ്രാം ഉപയോഗിക്കാൻ പറ്റും. ഒരു ബിസിനസ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ കാണിക്കാനായിട്ട് നമുക്ക് ട്രീ ഡയഗ്രാം യൂസ് ചെയ്യാം. ഇറ്റ് ഷോ ക്ലാസിഫിക്കേഷൻ, സ്റ്റാർട്ട് വിത്ത് വൺ ഐറ്റം, ദെൻ ബ്രാഞ്ചസ് ഇൻ ടു ഓർ മോർ. ഒരു ഐറ്റത്തിൽ നിന്ന്, ഒരു ഹെഡിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, അതിൽ നിന്ന് ഒരു ബ്രാഞ്ചസ് വരുന്നത് പോലെ തന്നെ ഓരോ ചില്ലകളിൽ അതുപോലെയാണ് ഓരോ കണ്ടന്റും. അതിന് താഴെ മെയിൻ കണ്ടന്റിന് താഴെയാണ് ഓരോ സബ് കണ്ടന്റും, സബ് ടോപ്പിക്സും, സബ് ഹെഡിങ്സ് എല്ലാം തന്നെ വരിക. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ട്രീ ഡയഗ്രാം. ഇത്തരത്തിലാണ്. ഒരു മെയിൻ ആയിട്ടുള്ള ഹെഡിങ് ആണ് ബാങ്ക് കരിയർ ഹൈറാർക്കി. അതിനോട് ചേർന്ന് വരുന്ന സബ് ഹെഡിങ്സ് ആണ് ജൂനിയർ മാനേജ്മെന്റ്, മിഡിൽ മാനേജ്മെന്റ്, സീനിയർ മാനേജ്മെന്റ്, ടോപ്പ് മാനേജ്മെന്റ്. അതിന് കീഴിൽ വരുന്ന സബ് പോയിന്റ്സ് ആണ് ക്ലർക്സ്, ഓഫീസർ, മാനേജർ, സീനിയർ മാനേജർ, ഇങ്ങനെ വരുന്ന പൊസിഷൻസ്. സോ ഇതാണ്, ഇത്തരത്തിലാണ് നമ്മൾ ട്രീ ഡയഗ്രാം നോട്ട് മേക്കിംഗ് എഴുതുക.
സോ നാം കണ്ടു ഈ ചാപ്റ്ററിൽ, ഈ 5th ചാപ്റ്ററിലും നാം എന്തൊക്കെയാണ് കണ്ടത്? വാട്ട് ഈസ് നോട്ട് മേക്കിംഗ് എന്നുള്ളത് കണ്ടു. ആ ഒരു പ്രാക്ടീസ് ഓഫ് നോട്ട് മേക്കിംഗ് നാം റെക്കോർഡ് ചെയ്യാണ് എല്ലാ ഇൻഫോർമേഷൻസും. ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഡിസ്കഷനിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ഇവന്റിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു പാസേജ്, ഒരു ടെസ്റ്റ്, അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ കണ്ടന്റ്, മെയിൻ പോയിന്റ്സിലോട്ട് നമ്മൾ വരികയാണ്. സോ ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ടു റിമെമ്പർ തിങ്സ്. അതുപോലെ തന്നെ ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ടും നമുക്കിത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. പ്രധാനമായിട്ടുള്ള അഡ്വാൻറ്റേജസ് അറിയാം. ബൾക്കി ഡോക്യുമെന്റ്സ് കുറച്ചും കൂടി ഷോർട്ട് ആക്കാനായിട്ട്, കോൺസെൻട്രേറ്റ് ചെയ്യാൻ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, ഫ്യൂച്ചർ യൂസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. പ്രധാനപ്പെട്ട കാര്യം മെയിൻ പോയിന്റ്സിനെ നമുക്ക് ഡിഫർ ചെയ്യാനായിട്ട്, ഒരു ടോട്ടൽ പാസേജിൽ നിന്ന് മെയിൻ പോയിന്റ്സിനെ കണ്ടുപിടിക്കാനും റീഅറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് എഴുതാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഒരു റൈറ്റിംഗ് സ്കിൽ അവിടെ വളരെയാണ് ചെയ്യുക. ഇതിനെ പ്രത്യേകിച്ച് നോക്കേണ്ടത് നന്നായി വായിക്കണം, അതിനുള്ള ഹെഡിങ്സ് തയ്യാറാക്കണം. ആ ഹെഡിങ്ങിന് താഴെ വരുന്ന, ആ മെയിൻ ഐഡിയക്ക് താഴെ വരുന്ന അസോസിയേറ്റഡ് ഐഡിയാസ് ഉണ്ടാകും, സബ് പോയിന്റ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ ലോജിക്കൽ ആയിട്ടുള്ള ഒരു പാറ്റേണിലായിരിക്കും നമ്മൾ അത് എഴുതുക. ഫ്രേസ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടായിരിക്കും. എന്താണോ ഓദർ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനകത്ത് ആ ഒരു മീനിങ്ങിൽ ചേഞ്ച് വരുത്താൻ പാടില്ല. ആക്രോണിംസും സിംബൽസും അബ്രിവിയേഷൻസും ലെങ്തി വേർഡ്സിന് നാം യൂസ് ചെയ്യും. 2 സ്റ്റൈൽസ് ആണുള്ളത് നോട്ട് മേക്കിങ്ങിൽ. ലീനിയർ നോട്ട് മേക്കിങ്ങും നോൺ ലീനിയർ നോട്ട് മേക്കിങ്ങും ആണുള്ളത്. നമുക്കറിയാം, ലീനിയർ എന്ന് പറയുമ്പോൾ 1 ലൈൻ ആഫ്റ്റർ ദ അതർ എന്നുള്ള ഒരു സ്ട്രക്ചേർഡ് മാനറിലായിരിക്കും പോകുക. ഹെഡിങ്ങും സബ് ഹെഡിങ്ങും സബ് പോയിന്റ്സ് എല്ലാം തന്നെ അതിനകത്തുണ്ടാകും. കീവേഡ്സ്, ആക്രോണിംസ്, സിംബൽസ്, അബ്രീവിയേഷൻസ് എല്ലാം തന്നെ നാം യൂസ് ചെയ്യും. എക്സാമ്പിൾ നമ്മൾ കണ്ടു ലീനിയർ നോട്ട് മേക്കിങ്ങിന്റെ. നോൺ ലീനിയർ നോട്ട് മേക്കിംഗ് അതായത് മൈൻഡ് മാപ്പ്, ട്രീ ഡയഗ്രാം, ഫ്ലോ ചാർട്ട് എല്ലാം വരുന്നത് ഒരു നോൺ ലീനിയർ ആയിട്ടുള്ള ടേബിൾ ഒക്കെയാണ് വരിക. ടേബിൾ കൂടുതലും കമ്പാരിസൺസിനാണ് യൂസ് ചെയ്യുക. അടുത്തത് ഫ്ലോ ചാർട്ട് വരുമ്പോൾ അതിനകത്ത് പല ബോക്സുകളായിട്ടായിരിക്കും നമ്മൾ ആരോ മാർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നു. ട്രീ ഡയഗ്രത്തിൽ ഒരു ഫാമിലി റിലേഷൻസിനെ കാണിക്കാനായിട്ട് പല പല ബ്രാഞ്ചസ് പോലെയായിരിക്കും ട്രീയുടെ. ഇറ്റ് റിസംബിൾസ് എ ട്രീ. അതിലും മെയിൻ ഹെഡിങ്, സബ് ഹെഡിങ്സ്, അതിന് താഴെ വരുന്ന സബ് പോയിന്റ്സ് ഉണ്ടാകും. ഈ ഒരു രീതി കൂടുതലും നമുക്ക് എക്സാമിന് വരിക ലീനിയർ നോട്ട് തയ്യാറാക്കാനായിരിക്കും. അപ്പോൾ ലീനിയർ നോട്ടാണ് കൃത്യമായി ഭംഗിയായിട്ട് പഠിക്കേണ്ടത്. സോ അടുത്ത ചാപ്റ്റർ നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ.